നമസ്കാരം. അവൻ ഇനിയും വിളിക്കും, നിങ്ങളത് റെക്കോർഡ് ചെയ്യണം. അപ്പോഴെങ്കിലും ഈ ദിലീപ് ചോദിക്കണ്ടേ, സാറേ ഈ ജയിലിൽ നിന്ന് എങ്ങനെ സാറേ ഇയാൾ വിളിക്കണേ മൊബൈലിൽ എന്ന് ചോദിക്കണ്ടേ? ചോദിച്ചില്ല. പിറ്റേ ദിവസം വിളിച്ചു, നാദിർ ഷാ റെക്കോർഡ് ചെയ്തു. ആ സാധനം നമ്മുടെ തുടരുമൊക്കെ ചെയ്ത നിർമ്മാതാവ് രഞ്ജിത്ത് മുഖാന്തരം DGP ഏൽപ്പിച്ചു. ഈ സമയം വരെ ആ ഫോൺ കോൾ എങ്ങനെ വന്നു, ആര് മൊബൈൽ കൊടുത്തിട്ട് 1.5 കോടി ദിലീപ് കൊടുത്തില്ലെങ്കിൽ 2 കോടി തരാൻ ആരുണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ അത് ഉടൻ തന്നെ ഒരു പരാതി എഴുതി ഈ കേസ് അന്വേഷിക്കുന്ന മാഡത്തിന് കൊടുത്തു. അപ്പോഴാണ് അവിടുത്തെ ഒരു പോലീസുകാരൻ വിളിക്കുന്നത്, നിങ്ങളൊരു പരാതി കൊടുത്തിട്ടില്ലേ? ഉണ്ട്. അതിൽ ഞങ്ങളുടെ മാഡത്തിന് ചില സംശയങ്ങളുണ്ട്, ഒന്ന് ഇവിടം വരെ വരാമോ? മാഡം വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് വേറൊരു തരികിട കേസ് പരിഹരിക്കാൻ തലസ്ഥാനത്തേക്ക് പോവുകയാണ്. തരികിടലെല്ലാം മാഡം കയറിയാക്കും. അപ്പോൾ ഇപ്പോൾ വരാം എന്നായി നായകൻ. കുറിയെല്ലാം വരച്ച് അമ്പലത്തിലെ പ്രസാദവും വാങ്ങി നായകൻ ഓടി മാഡത്തെ തിരക്കിപ്പോയി. ഇപ്പം ശരിയാക്കി തരും മാഡം എന്ന് ഈ പാവം ചിന്തിച്ചു. മാസശമ്പളം കൊടുക്കുന്ന ഒരു സ്വന്തമായ വക്കീലുണ്ട്, പേഴ്സണൽ വക്കീലുണ്ട് നായകന്. അദ്ദേഹത്തോട് പോലും ഒരു സജഷൻ, അല്ലെങ്കിൽ വക്കീലെ ഒന്ന് അവിടേക്ക് വരുമോ, പോലീസിൻ്റെ ആസ്ഥാനത്തേക്ക് വരുമോ, ഇങ്ങനെ വിളിച്ചേക്കാണെന്ന് പറയുക പോലും ചെയ്യാതെ പാവം ദൈവത്തിൻ്റെ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് കയറി ചെന്ന് കൊടുത്തു. പിടിച്ചകത്തിട്ട് 84 ദിവസം അഴിയെണ്ണി. ഇപ്പോൾ BJP-കാരിയാണെങ്കിലും DGP ആയിരുന്ന IPS-കാരി ശ്രീലേഖ ജയിൽ ചുമതലയുടെ ആളായിരുന്നു. ഈ നായകൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ അവരുടെ എന്താ പറയുക കൈപുണ്യം കൊണ്ടാണെന്ന് പറയാം. അവർ കൂടപ്പിറപ്പിനെ പോലെ പരിഗണിച്ചു. മറ്റേ കക്ഷി ആയിരുന്നുവെങ്കിൽ, കാക്കിയിട്ടുണ്ട് തെമ്മാടിത്തരം കാണിക്കുന്ന കക്ഷിയായിരുന്നു, ഇപ്പം ദിലീപിൻ്റെ തേങ്ങ അടക്കാമായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. തലസ്ഥാനത്തേക്ക് പോകാനായി ഈ അന്വേഷണ വീരവനിത ഇരിക്കുകയാണ്. എൻ്റെ കഷ്ടകാലത്തിന് മംഗളം TV ആണ് എയർപോർട്ടിലെ VIP ലോഞ്ചിൽ ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലം കള്ളപ്രമാണം ചെയ്ത കേസ് സ്വന്തമാക്കിയ ഇവിടെ ഒരു ഗംഗേശാനന്ദ എന്ന് പറഞ്ഞൊരു സ്വാമിക്ക് ലിംഗം പോയല്ലോ. അദ്ദേഹത്തെ വർഷങ്ങളോളം ദ്രോഹിച്ച, കാക്കിയിട്ട് ചെയ്യാൻ പാടില്ലാത്ത എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്യുന്ന ഭവതി വാർത്ത കേട്ടുകൊണ്ടിരിക്കുക. നടിയെ ആക്രമിച്ച കേസിൽ നിയമപാലകരുടെ അനാസ്ഥയെപ്പറ്റിയാണ് അന്നത്തെ ചർച്ച. കൂടെ വന്ന CAയോട് എടുക്കണോ യവന്മാരുടെ പേരിലൊരു കേസ് എന്ന് പറഞ്ഞു. ഏത് വകുപ്പിലെടുക്കണം എന്ന് ചോദിച്ചു. ഏതെങ്കിലും വകുപ്പിലെടുക്കണമെന്ന് പറഞ്ഞു. പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ കൈകടത്തി എന്ന പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തു. ഞാനടക്കം അങ്കമാലി കോടതിയിൽ കയറി ഇറങ്ങുന്നു. ലിംഗം പോയ സ്വാമി E.K. നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു പരാതി കൊടുത്തു ഈ മഹിളാ രത്നത്തെക്കുറിച്ച്. വായിച്ച് നോക്കുന്നതിനിടയിൽ നയനാർ പറഞ്ഞ കമൻറ്റ് വളരെ തല്ലിപ്പൊളിയാ, കളിക്കുന്നത് സൂക്ഷിച്ചോണം, അനക്ക് പണി വരും എന്നാണ് പറഞ്ഞത്. ഇവർ അന്വേഷിച്ച കേസല്ല, തരികിടകൾ നടന്നിട്ടുണ്ട് എന്നാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ ചട്ടമ്പിസ്വാമിയുടെ സമാധി സ്ഥലം അടക്കമുള്ള കാര്യം പറഞ്ഞാൽ തന്നെ NSS സുകുമാരൻ നായരോ ഇവിടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ സംഗീത് കുമാറോ ഇവർക്കെതിരെ ചെറുവിരൽ അനക്കില്ല. കാരണം എല്ലാവർക്കും ഇവരെ പേടിയാണ്, ഏതിലെങ്കിലുമൊക്കെ പെടുത്തുമെന്ന്. ഇപ്പം തന്നെ കണ്ടില്ലേ, നടിയെ ആക്രമിച്ച കേസ് വിധി പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പെൻഷനായി എന്ന ബോധം പോലും ഇല്ലാതെ ഈ മാഡം പറയാണ്, ഇനിയും കോടതികളുണ്ടല്ലോ, നമുക്ക് നോക്കാം, ആ കോടതികളിൽ ഞാൻ പോകാം, തരികിടകൾ കളിക്കാം, അതിനെ പോലീസിനെ കൂട്ടുപിടിക്കാം, മുഖ്യമന്ത്രി യെസ് എന്ന് പറയുമായിരിക്കും എന്നൊക്കെ ആയിരിക്കും അവരുടെ ധൈര്യം. അല്ലെങ്കിൽ ഇങ്ങനെ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ പറ്റിക്കാമോ? അങ്ങനെ ചിലപ്പോൾ പറയും പറ്റിച്ചിട്ടില്ല, ഇതൊക്കെ ആര് പറഞ്ഞ അനാവശ്യമാണെന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. നടിയുടെ ഒരു ഗോഡ് ഫാദർമാരിൽ ഒരാളുണ്ടല്ലോ, ലിബർട്ടി ബഷീർ, മഹാത്മാഗാന്ധിയുടെ കുടുംബത്തിൽ പിറന്നാണ്. അദ്ദേഹം പറയുന്നത് ഈ സ്ത്രീയെ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥയെ നടി വിശ്വസിച്ചതാണ് കേസ് പൊളിയാൻ കാരണം എന്നാണ്. സുപ്രീം കോടതിയിൽ വാദിക്കുന്ന വക്കീലന്മാരെ ഞാൻ ശമ്പളം കൊടുത്ത് കൊണ്ടുവരാമെന്ന് ലിബർട്ടി ബഷീർ പറഞ്ഞിട്ടും നായിക കേട്ടില്ല. എനിക്ക് മാഡം ഉണ്ടല്ലോ എന്ന് നായിക പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്.
സുപ്രീം കോടതിയിൽ മുഗൾ റോത്തക്കിയാണ് ദിലീപ് വച്ചിരിക്കുന്നത്. മുഗൾ റോത്തക്കി പോലൊരു വക്കീലിനെയൊക്കെ ഡൽഹിയിൽ നിന്ന് ഇറക്കണമെങ്കിൽ കോടികൾ ചിലവാകും. ആ കോടികൾ ഞാൻ മുടക്കാമെന്ന് പറഞ്ഞു ശുദ്ധാത്മാവായ ശുദ്ധം ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുമ്പോൾ ലിബർട്ടി ബഷീർ പറഞ്ഞിട്ടും കേട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലിബർട്ടി ബഷീർ ഈ കോടികൾ ചിലവാക്കാം, ദിലീപിനെ തീർക്കാനായിട്ട് ഞാൻ ചിലവാക്കാമെന്ന് പറയണമെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ അപ്പം ദിലീപിനെതിരെ ആളുണ്ടോ ഇല്ലയെന്ന്. എന്നിട്ടും അവർ കേട്ടില്ല, എനിക്ക് മാഡമാണ് ശരി എന്ന് നായിക പറഞ്ഞു കളഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദാരുണമായ, ഞെട്ടിക്കുന്ന, കേട്ടുകേഴ്വിയില്ലാത്ത ഒരു മാനഭംഗം ഒരു നടിക്ക് കൊച്ചി പോലുള്ള മെട്രോ നഗരത്തിൽ അനുഭവിക്കേണ്ടി വന്നു എന്ന് ആദ്യമായി ടി വിയിൽ പറയുന്നത് ലബി സുരേന്ദ്രനാണ് വെളുപ്പാങ്കാലത്ത്. ആ വാർത്ത വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളം ഞെട്ടി. അവിടെ നിന്നാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ജീവൻ നിലനിർത്താനായത്, പഴയ റിപ്പോർട്ടറിൻ്റെ. അപ്പോൾ നമുക്ക് തന്നെ അതിശയം. അന്ന് നായികയുടെ പേരൊക്കെ ചാനലിൽ പറയുമായിരുന്നു. ഇപ്പോൾ വിധിയൊക്കെ വന്ന ശേഷം ഇനി നായികയുടെ പേര് പറയാമെന്ന് എനിക്കറിയുന്നുണ്ട്. ഇപ്പോൾ പലരും പേര് പറയുന്നുണ്ട്. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് ഈ സംഭവം നടന്നത്. വൈകുന്നേരം 4:30 മണിക്ക് തൃശ്ശൂരിലെ നടിയുടെ വീട്ടിൽ KL 39F 5744 എന്ന SUV കാർ എറണാകുളത്ത് നിന്ന് എത്തുന്നു. 4:30 മണിക്ക്. ഈ കാർ ആരുടേതാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ എൻ്റെ വാഗോണ്ട് പറയില്ല. ആ കാർ 7:45 വരെ നടിയുടെ വീട്ടിലിട്ടിട്ട് കൊച്ചിയിലേക്ക് നടിയെയും കൊണ്ട് തിരിക്കുന്നു. അപ്പോൾ നടി പ്രത്യേകം പറയുന്നുണ്ട് പതുക്കെ പോയാൽ മതിയെന്ന്. ഈ കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആൻ്റണിയാണ് കാർ ഓടിച്ചിരുന്നത്. പാവം ഇന്ന് ശിക്ഷ വിധിക്ക് മുമ്പ് പട്ടി കരയുമ്പോൾ പോലെ കോടതിക്കുള്ളിൽ നിന്ന് കരയുന്ന ആ പയ്യൻ മാത്രം. ഞാൻ നിരപരാധിയാണ്, എന്നെ ചതിച്ചതാണ്, ഞാൻ ഇതുവരെയും ഒരു കേസിൽ പെട്ടിട്ടില്ല, എനിക്ക് മാപ്പ് തരണമെന്നൊക്കെ പറഞ്ഞ് ആ പയ്യൻ കരയുന്നുണ്ടപ്പോൾ കഷ്ടം തോന്നി. വേറെ ആരും ആ കാറിലില്ല. ക്രൂരമായ ലക്ഷ്യത്തോടെ മാർട്ടിൻ കാർ ഓടിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. പൾസർ സുനിയുമായി എല്ലാം നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. ഫെബ്രുവരി 11 ഒരു വാടക വീട്ടിലാണ് അതിൻ്റെ ഗൂഢാലോചനകൾ നടന്നത് എന്നും അതിലൊന്നാം പ്രതി പൾസർ സുനി, രണ്ടാം പ്രതി മാർട്ടിൻ ആൻ്റണി, മൂന്നാം പ്രതി B മണികണ്ഠൻ, നാലാം പ്രതി VP വിജീഷ് എന്നിവർ പങ്കാളികളായിരുന്നുവെന്നും പോലീസ് പറയുന്നു. സംഭവ ദിവസം 17-ാം തീയതി മാർട്ടിൻ പൾസറുമായി എറണാകുളത്ത് ഒരു സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടുവെന്നും FIR പറയുന്നുണ്ട്. അപ്പോഴാണ് ഇന്ന് അതിക്രമം ചെയ്യാമെന്ന് നിശ്ചയിച്ചതത്രേ. 17-ാം തീയതി പകൽ സ്റ്റുഡിയോയിൽ വെച്ച് കാണുമ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ആക്രമിക്കപ്പെട്ട നടിയെ കൂട്ടാൻ തൃശ്ശൂർക്ക് പോകും, അവർ എന്നെ വെയിറ്റ് ചെയ്യിച്ച് 7:45 പുറപ്പെടും എന്നൊക്കെ മുൻകൂട്ടി ഈ ഡ്രൈവർ മാർട്ടിൻ എങ്ങനെ നേരത്തെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. കാരണം കഥയിൽ ചോദ്യമില്ല. എല്ലാറ്റിൻ്റെയും നിയന്ത്രണം പൾസറിനായിരുന്നത്രേ. അയാളെ നിയന്ത്രിച്ചത് ആരാണെന്ന് ഇപ്പോഴും ദുരൂഹമാണത്രേ പോലീസിന്. താൻ അഭിനയിച്ച സിനിമയുടെ പ്രൊമോഷൻ ഗാനം റെക്കോർഡ് ചെയ്ത ശേഷമായിരുന്നത്രേ എറണാകുളത്തേക്കുള്ള യാത്രയിൽ രാത്രി നടി കാറിൽ കയറിയത്. തൃശ്ശൂരിലും ചാലക്കുടിയിലും റെക്കോർഡിംഗ് സ്റ്റുഡിയോകളുണ്ട്. അതിനേക്കാൾ മികച്ച സ്റ്റുഡിയോകൾ കൊച്ചിയിലുണ്ട്. രാത്രി ഒറ്റയ്ക്ക് അപരിചിതനായ ഒരു ഡ്രൈവറോടൊപ്പം രാത്രിയായ ശേഷം വേണമെങ്കിൽ 4:30 പുറപ്പെട്ടാൽ 6 മണിക്ക് മുമ്പ് എത്താമായിരുന്നു. പക്ഷേ ഇത് രാത്രി പുറപ്പെട്ടത് എന്തിനാകാം എന്ന് ആരും ചോദിക്കുന്നില്ല. കാരണം കഥയിൽ ചോദ്യമില്ല. ഡബ്ബിങ്ങിന് എന്നാണ് ഭാഷ്യം. രാത്രി ഏത് സിനിമയ്ക്കാണ് ഡബ്ബിങ് ഇപ്പോൾ നടത്തുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങേറ്റം പേര് 6 മണിക്കുള്ളിൽ ഡബ്ബിങ് എല്ലാം നിർത്തും. പക്ഷേ കഥയിൽ ചോദ്യം പാടില്ലല്ലോ. എനിക്കിന്നലെ അമേരിക്കയിൽ നിന്നും മലയാളത്തിലെ ഒരു സംവിധായകൻ നല്ല 4K റെസൊല്യൂഷനുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് അയച്ചു തന്നു. അമേരിക്കയിലെ ഓൺലൈൻ പത്രങ്ങളിലൊക്കെ എഴുതുന്ന ഒരു മലയാളി നാട്ടിൽ വന്നപ്പോൾ ഷൂട്ട് ചെയ്ത ഒരു 9 മിനിറ്റുള്ള ക്ലിപ്പിങ്സാണ് എനിക്ക് അയച്ചു തന്നത്. 20 മിനിറ്റ് മൊത്തം ദൈർഘ്യമുണ്ട് ആ ക്ലിപ്പിങ്സിന്. അതിൽ പ്രധാനപ്പെട്ട ക്രീമായ 9 മിനിറ്റാണ് എനിക്ക് അയച്ചു തന്നത്. രണ്ടാം പ്രതി മാർട്ടിൻ എന്ന ചെറുപ്പക്കാരനുമായി നടത്തിയ അഭിമുഖമാണത്. ആ 9 മിനിറ്റ് കണ്ടപ്പോൾ ഒരുപാട് വല്ലായ്മ തോന്നി എനിക്ക്. എന്നെ അതിശയിപ്പിച്ചത് രണ്ടാം പ്രതിയായ മാർട്ടിന് ഒരു നല്ല യുവനായകനാകാനുള്ള, സിനിമയിലാകാനുള്ള ആകാര സൗഷ്ഠവമുണ്ട്. നല്ല സുന്ദരനായ പയ്യനാണ്. ഞാൻ ആദ്യമായാണ് ഒരു കേസിൽ പ്രതിയാകുന്നത് എന്നൊക്കെ അയാൾ അതിൽ പറയുന്നുണ്ട്. എറണാകുളത്ത് നിന്നും തൃശ്ശൂർക്ക് പോകുമ്പോൾ നടിയുടെ അമ്മയുടെ നമ്പറാണ് ബന്ധപ്പെടാനായി സ്റ്റുഡിയോയിൽ നിന്നും നൽകിയത്.
പാലിയേക്കര ടോൾ കഴിഞ്ഞ ശേഷം നടിയുടെ അമ്മയെ വിളിച്ച് ചോദിച്ചാൽ മതിയെന്നും പറഞ്ഞിരുന്നത്രേ. വീട്ടിൽ ചെന്ന് വീട്ടിനകത്തേക്ക് ചെന്നപ്പോൾ കാർ ഷെഡിൽ കാറിനെ കാർ ഷെഡിൽ കയറ്റിയിട്ടിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത്രേ. കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ ചില നിർദ്ദേശങ്ങൾ ഈ പയ്യന് കൊടുത്തിരുന്നു മാർട്ടിന്. നിൻ്റെ ഫോൺ ചിലപ്പോൾ നടി ചോദിക്കും, എങ്കിൽ അവർക്കത് കൊടുക്കണം എന്നതായിരുന്നു ആദ്യ നിർദ്ദേശം. അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും നീ ചെയ്തു കൊടുക്കണം. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊന്നും എന്നോടാരും പറഞ്ഞിട്ടില്ല. ഒരു വലിയ നടിക്ക് എൻ്റെ ഫോൺ കൊടുക്കണമെന്ന നിർദ്ദേശം മാർട്ടിനും ഒരുപാട് സന്തോഷം പകർന്നു. എൻ്റെ ഫോണായിരിക്കുമല്ലോ ഇനി നടി ഉപയോഗിക്കണേ, എറണാകുളം എത്തും വരെ എൻ്റെ ഫോൺ ഒരു നടി അങ്ങനെ സംസാരിക്കുന്നെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷം അവന്. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ തൻ്റെ ഫോൺ എനിക്ക് തരണമെന്ന് പറഞ്ഞു വിട്ടില്ലേ എന്ന് നടി ചോദിച്ചു. പറഞ്ഞിരുന്നു. ഇതാ ഫോൺ കൊടുത്തു. ഫോൺ കൈമാറി. അതിനുശേഷം ആ ഫോൺ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെയും ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ആളിന് മടക്കി കിട്ടിയിട്ടില്ല. എറണാകുളത്തേക്ക് 7:45 പുറപ്പെടുന്നുള്ളതുകൊണ്ട് കാർ ഷെഡിൽ കയറ്റി ഇട് എന്ന് പറഞ്ഞാൽ അവൻ കയറ്റി ഇട്ടു. 7:45 പുറപ്പെട്ടു. അത്താണി നെടുമ്പാശ്ശേരി ജംഗ്ഷനിലെ സിഗ്നലെത്തുമ്പോൾ എന്നോട് പറയണേ എന്ന് നടി ആവശ്യപ്പെട്ടിരുന്നത്രേ. അവിടെ എൻ്റെ ചില ഫ്രണ്ട്സുകളുണ്ടാവും, അവരെ എനിക്കൊന്ന് കാണണം. പറഞ്ഞ പോലെ 2 വണ്ടികളും ചിലരും അവിടെ കാത്തു നിന്നിരുന്നു. ഈ കാറിലിരിക്കുന്ന ബാഗ്, നടി ഇരിക്കുന്ന കാറിലെ ബാഗ് എടുത്ത് അവിടെ കിടന്ന ഒരു വണ്ടിയിൽ വയ്ക്കാൻ നടി പറഞ്ഞു. അവൻ അതുപോലെ ചെയ്തു. അവിടെ നിന്നിരുന്നവരിൽ നിന്ന് 2 പേർ കൂടി കാറിൽ കയറി കൊച്ചിയിലേക്ക്. കയറിയവരുടെ പേരുകൾ മാർട്ടി പറയുന്നുണ്ട് വീഡിയോയിൽ, പക്ഷേ ഞാൻ പറയില്ല. ഇടപ്പള്ളി എത്തുമ്പോൾ ബൈറ്റിലേക്ക് പോകുന്ന വഴി തിരിച്ചുവിടാൻ പറഞ്ഞു കാറിലുള്ളവർ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഒരാളവിടെ നിൽപ്പുണ്ട്. അയാളുടെ അടുത്ത് നിർത്താൻ നടി തന്നെ ഓർഡർ ഇട്ടു. മുഖത്ത് ടവൽ കൊണ്ട് മൂക്കിൻ്റെ അവിടെ മുതൽ താഴേക്ക് കെട്ടിയ ഒരാളാണ് അവിടെ നിൽക്കുന്നത്. അയാൾ ആരാണ് എന്ന് മനസ്സിലായത് കേസാവുകയും അയാൾ 1-ാം പ്രതി ആയപ്പോഴുമാണ്. പാലാരിവട്ടം പൈപ്പ് ലൈനിൻ്റെ അടുത്താണ് അവിടെ നിന്നാണ് അയാൾ കയറിയത്. അത് വ്യക്തമായി ഈ പയ്യൻ പറയുന്നുണ്ട്. അയാളുടെ പേരാണ് പൾസർ. അവിടുന്ന് എന്താ പറയുക, ഈ പാലാരിവട്ടത്തെ പൈപ്പ് ലൈനിൻ്റെ അവിടെ എത്തിയപ്പോൾ കാർ നിന്നു. അവിടുന്ന് മാർട്ടിനെ ഇറക്കി പിറകെ വന്ന ഒരു വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അതിൽ നീ റെസ്റ്റ് എടുത്തോ, ഇനി ഞങ്ങൾ ഈ കാർ ഓടിച്ച് പോയിക്കോളാം, പുറകെ വന്നാൽ മതി. ഞാനതിൽ കയറി. അതൊരു ട്രാവലർ വാനായിരുന്നു. വണ്ടികൾ പല വഴിക്ക് കറങ്ങി. ഡ്രൈവർ മാർട്ടിന് മാത്രമേ ആ ട്രാവലറിലുള്ളൂ. 10-18 പേർക്ക് യാത്രയാവുന്ന ട്രാവലറിൽ 2 പേരേ ഉള്ളൂ. കാക്കനാടിനടുത്ത് ഒരു ഫ്ലാറ്റിൻ്റെ മുന്നിൽ വണ്ടി നിന്നു. അവിടെ മാർട്ടിനെ ഇറക്കി. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോയ കാറുണ്ടല്ലോ അതിലേക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ മാർട്ടിൻ വീണ്ടും ഡ്രൈവറുടെ സീറ്റിൽ കയറി. വണ്ടി പാലാരിവട്ടത്തേക്ക് വിട്ടു. നടിയടക്കം കാറിലപ്പോൾ 4 പേർ സംഘം പൊട്ടിച്ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും സംഭവിച്ച രീതിയിലായിരുന്നില്ല 4 പേര്. അരുതാത്ത വല്ലതും സംഭവിച്ചതായി എനിക്ക് തോന്നിയിരുന്നുവെങ്കിൽ അവർ പറയാതെ തന്നെ ഞാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഓടിച്ച് കയറ്റിയനെ എന്നാണ് മാർട്ടിൻ പറയുന്നത്. കാറിൽ നിന്നും ഇറങ്ങാൻ നേരം പൾസർ ചോദിച്ചു അത്രേ, ഈ ഡ്രൈവർ ഒരു പ്രശ്നമാവുമോ? അവൻ്റെ കാര്യം ഞാൻ ഏറ്റുവെന്നായിരുന്നു നടിയുടെ മറുപടി. എന്തിനാവും ഇതൊക്കെ നടന്നതെന്ന് മാർട്ടിൻ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചു. ഒരു നടനെ തകർക്കാനായിരുന്നു എന്ന് ഉറപ്പാണ്. അവരുടെ വർത്തമാനങ്ങളിലും പെരുമാറ്റത്തിലും എനിക്കതാണ് തോന്നിയത്. രാഷ്ട്രീയത്തിലെയും പോലീസിലെയും ഉന്നതർ ആ വർത്തമാനത്തിനിടയിൽ കടന്നു വന്നു. വർത്തമാനത്തിൽ പേരുകൾ, പിന്നെ 5 സിനിമാക്കാർ, എനിക്കറിയാത്ത പലരും. എല്ലാവർക്കും ഈ നടനെ തീർക്കണം, ആ ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ജീവിതം തന്നെ തുലാസിലാണ് എന്നും ഈ യുവാവ് പറയുന്നു. ജയിലിൽ കിടന്നപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു. നിൻ്റെ ഒപ്പം എൻ്റെ ആളുകൾ എന്നും ഉണ്ടാവും. നിൻ്റെ ചുണ്ടനങ്ങിയാൽ ഞാൻ അറിയും. നിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ളവരെ തീർക്കുമെന്ന് പറഞ്ഞത്രേ
അപ്പം നിങ്ങൾ ചോദിക്കും അത് ആര് പറഞ്ഞെന്ന്. ഞാൻ പറയില്ല, എൻ്റെ വാഗൊണ്ട് അത് പറയാൻ കൊള്ളില്ല. ആ പറഞ്ഞ ആളിൻ്റെ പേര് ഞാൻ പറയില്ല. ജാമ്യത്തിലിറങ്ങിയപ്പോൾ ഈ പറയുന്ന മാർട്ടിൻ്റെ വീട്ടിൻ്റെ മുന്നിലേക്ക് 4-5 പേർ കയറിയ ഒരു കാർ വന്നു നിന്നു ഒരു രാത്രി. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അയൽപക്കക്കാരോടൊക്കെ ഈ ചെറുപ്പക്കാരെ പറഞ്ഞിരുന്നിരിക്കാം. അവർ കാറിന് തടഞ്ഞു. ഇവിടെ ഒരു വാടക വീട് ഞങ്ങളുടെ പരിചയക്കാർ താമസമുണ്ട്, വീട് മാറി വന്ന് നിർത്തിയതാണ് എന്ന് ഒഴിവൊഴിവൊക്കെ പറഞ്ഞിട്ട് കാറ് തപ്പി. പി ടി തോമസ് MLA വരുമ്പോൾ എന്നെ പോലീസ് ജീപ്പിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അല്ലാതെ പി ടി തോമസ് വന്ന ശേഷം വിളിച്ചു പറഞ്ഞല്ല എന്നെ പോലീസ് കൊണ്ടുപോയത്. 1-ാം പ്രതി ജയിലിനകത്ത് അർമാദിക്കായിരുന്നു എന്നാണ് മാർട്ടിൻ പറയുന്നത്. അവൻ ആരെയും ഒട്ടും പേടിയില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പറയുന്ന നടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ കണക്ക് ചെയ്തതാകണം. ഉറപ്പായും അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നവൻ പറയുന്നു. നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പറയും. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.